അർജുനും ജാൻമണിയും തമ്മിൽ ശരിക്കുള്ള ഇഷ്യൂ എന്താണെന്നപ്പോൾ ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി. ശ്രീതു ഇന്നലെ അപ്പൊ അർജുനോട് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജാൻമണിക്ക് അപ്പൊ അർജുനോടുള്ള വൈരാഗ്യം എന്താണെന്ന് ഇന്നലെ ലൈവിൽ ജാൻമണി തന്നെ പറയുകയുണ്ടായി. താൻ തലകറങ്ങി വീണത് ലാലേട്ടന്റെ മുമ്പിൽ അർജുൻ ഫേക്ക് ആണെന്ന് പറയുകയുണ്ടായി. അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് ജാൻമണി പറഞ്ഞത്. അർജുനെയും നോറേനെയും റസ്മിനെയും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അവർക്കുള്ള വിഷം ഞാൻ കരുതിയിട്ടുണ്ട്. ഞാൻ പാമ്പാണെന്നൊക്കെ ജാൻമണി പറയുകയുണ്ടായി. അത് മാത്രമല്ല ദേവ അവന് കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അർജുന്റെ ഫിസിക്കൽ കണ്ടീഷനെ വരെ പുള്ളിക്കാരി പറയുകയുണ്ടായി. ചായ പ്രശ്നത്തിൽ തുടങ്ങിയതായിരുന്നു എന്നും റസ്മിനും നോറയും അർജുനും കാരണമാണ് എന്റെ ദേഷ്യമൊക്കെ പുറത്തു കൊണ്ടുവന്നത്. ഞാൻ ആ വീക്ക് ഒരുപാട് സഹിച്ചു. അത് കാരണമാണ് ഞാൻ പുറത്തു പോയതെന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഈ ജീവിതത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലാണെങ്കിലും ഒരിക്കലും ഞാൻ ഇവരെ മൂന്നുപേരും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് ജാൻമണി സംസാരിച്ചത്. ആദ്യമായിട്ട് ജാൻമണി പ്രശ്നമുണ്ടാക്കിയത് അർജുൻ തലകറങ്ങി വീണത് ലാലേട്ടനോട് പറഞ്ഞൊരു സംഭവമായിരുന്നു. അതിനുശേഷം പിന്നീട് ജാൻമണിയും അർജുനുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നത് നോറേനെ അർജുൻ ക്യാപ്റ്റൻസിയിലേക്ക് സപ്പോർട്ട് ചെയ്യും, ജാൻമണിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു. ജാൻമണിയും അർജുനും പുറത്ത് അറിയുന്നതാണെന്നും ഫ്രണ്ട്സ് ആയിട്ട് പോലും നീ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെന്നും പറഞ്ഞായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്. ആ ഒരു വൈരാഗ്യം കാരണം അവരൊക്കെ കാരണമാണ് പുള്ളിക്കാരി പുറത്തായതെന്നും ഒക്കെയുള്ള ആ ഒരു ദേഷ്യം തന്നെയാണ് പുള്ളിക്കാരിക്ക് നിൽക്കുന്നത്. അതിന്റെയൊക്കെ പേരിലായിരുന്നു പുള്ളിക്കാരി പുറത്താണെങ്കിലും ഇന്റർവ്യൂലൊക്കെ അർജുനെ നെഗറ്റീവ് ആക്കാൻ നോക്കിയത്. അല്ലാണ്ട് ഇവർ തമ്മിൽ വേറൊരു ഇഷ്യൂ ഉണ്ടായിട്ടല്ല. ഇന്നലെ പുള്ളിക്കാരി തന്നെ അത് യമുനോടും ജിൻഡോയോടൊക്കെ പറഞ്ഞു, ഇവിടെയാണ് ഗെയിം തീരണോളൂ, ഓൾ ലൈഫ് ഞാൻ അവരുടെ പുറകെ ഉണ്ടാവും, അവരുടെ ജീവിതം എന്തായാലും നശിപ്പിക്കാൻ നോക്കും, എന്റെ കയ്യിൽ വിഷമുണ്ട്, എന്തായാലും പണി കൊടുത്തിരിക്കുമെന്നാണ് ജാൻമണി പറയുന്നത്. ഇവരെ പോലെ ഇങ്ങനെ വൈരാഗ്യം വെക്കുന്ന ആള് ഗെയിം ആണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്. റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ എത്തിയിട്ടുണ്ട്. റസ്മിൻ അപ്പൊ ജാൻമണിനെ കണ്ട് മിണ്ടുവൊക്കെ ചെയ്തിട്ടുണ്ട്. ജാൻമണി റസ്മിനെ പറ്റി പറഞ്ഞത് റസ്മിൻ അറിയില്ല. കാരണം റസ്മിൻ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് റസ്മിൻ ജാൻമണിയെ മിണ്ടുവൊക്കെ ചെയ്തു. ഇത് അറിഞ്ഞിട്ടാണ് പോയെങ്കിൽ റസ്മിൻ എന്തായാലും മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. റസ്മിൻ ആ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, റസ്മിൻ അത് അറിയില്ല. നോറ എന്തായാലും ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും കയറുന്നത്. പക്ഷെ നോറയ്ക്ക് ഇനി വെള്ളിയാഴ്ച എന്താണ് കയറുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക്.